Hi dear students, welcome to our new class of financial accounting. In the last class we learned about how to find out the dual aspect from a transaction and how to convert the transaction into the form of journal entry and how to record the transaction in the book called journal. So that is the first function of financial accounting, recording the transactions. The recording is done in the book known as journal, and the journal is known as book of original entry. In journal we are recording transactions in the form of journal entries, and that process is known as journalizing. So in today's sections we are moving to the second function of accounting, that is classifying. So what do you mean by classifying? Classification is the process of dividing the similar transactions or dividing into similar groups. So that is done in the book known as ledger. So today's section is what do you mean by a ledger, what are the features of ledger, then what are the classification of ledger, then the format of ledger, then how to convert or how to post the journal entries to ledger accounts. So let's start. First of all, what do you mean by ledger? Ledger means it is also known as account. So ledger is a collection of all the accounts debited or credited in the journal or various special journals. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഒരു ട്രാൻസാക്ഷനിൽ നമുക്കറിയാം എത്ര ആസ്പെക്ട്സ് ഉണ്ട്? ഡബിൾ, 2 അല്ലേ? ഡ്യുവൽ ആസ്പെക്റ്റ് എന്നാണ് അതിന് പറയുന്ന പേര്, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച് ആദ്യത്തെ ഫംഗ്ഷൻ റെക്കോർഡിംഗ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് മേടിച്ചു ക്യാഷ് പോയി ഗുഡ്സ് മേടിച്ചു എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, രണ്ട് അക്കൗണ്ട് അവിടെ വന്നു, പർച്ചേസസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റും ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റും. അപ്പോൾ ഈ അക്കൗണ്ടിന് പറയുന്ന പേരാണ് ലെഡ്ജർ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഈ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ രണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ പോസ്റ്റ് ചെയ്യണം. ഏതൊക്കെയാണ് ആ അക്കൗണ്ട്? പർച്ചേസസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ടിന് ഡെബിറ്റും ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ രണ്ട് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഒരു അക്കൗണ്ടിന് ഡെബിറ്റും ഒരു അക്കൗണ്ടിന് ക്രെഡിറ്റും. സോ ലെഡ്ജർ മീൻസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ്. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ എന്ന് പറയുന്ന പേരാണ് ലെഡ്ജർ അക്കൗണ്ട്സ്. So it is the main book as it contains a summarized record of all the transactions of the period. ജേണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക് എല്ലാം പോസ്റ്റ് ചെയ്യും. അപ്പം നമ്മളിപ്പം നമുക്ക് സൺട്രി ഡെറ്റേഴ്സ് ആരാണ്? ഡെറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഓസ് മണി ടു ദ ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവരാണ് ഡെറ്റേഴ്സ്. അപ്പം നമുക്ക് ഒരുപാട് ഡെറ്റേഴ്സ് ആണ്, ഒരുപാട് പേർക്ക് നമ്മൾ കടമായിട്ട് സാധനമൊക്കെ വിറ്റ് കാണും. അപ്പോൾ നമുക്ക് അവരുടെ അക്കൗണ്ടിൽ നോക്കിയാൽ നമുക്കറിയാം അവർക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഗുഡ്സ് വിറ്റത്, ഇനി അവരെത്ര നമുക്ക് തന്നു, ഇനി നമുക്ക് എത്ര തരാനുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മൾ അറിയുന്നത് ലെഡ്ജർ അല്ലെങ്കിൽ അക്കൗണ്ടിൽ നോക്കിയാണ്. സോ ലെഡ്ജർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ബുക്ക്. So the classification of ledger accounts. Ledger accounts are classified into mainly 5 categories, that is asset, liability, capital, then expense and income. ഇതാണ് 5 classification: asset, liability, capital, then expense, income. ഈ 5 ക്ലാസിഫിക്കേഷൻ, മെയിൻ ആയിട്ടുള്ള 5 ക്ലാസിഫിക്കേഷനെ നമുക്ക് വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് മീൻസ് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. അസറ്റ് എന്താണെന്നറിയാം, പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്, ക്യാഷ്, ഫർണിച്ചർ, മെഷീനറി, അങ്ങനെയൊക്കെ ഉള്ളത്. ലയബിലിറ്റീസ് നമുക്കറിയാം ഒബ്ലിഗേഷൻസ് ഓഫ് ദി ബിസിനസ്സിന് കൊടുക്കാനുള്ള ബാധ്യതകളാണ്. ദെൻ ക്യാപിറ്റൽ നമുക്കറിയാം ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ ബൈ ദ ഓണും അതും നമുക്ക് ലയബിലിറ്റിയാണ്. അപ്പോൾ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഈ 3 ആദ്യത്തെ നമ്മൾ 3 ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് റിയൽ അക്കൗണ്ട് എന്ന പേരിലാണ്. ദെൻ ബാക്കി 2 അസറ്റ് അക്കൗണ്ട് നമുക്കറിയാം, എക്സ്പെൻസും ഇൻകവും. സോ എക്സ്പെൻസും ഇൻകവും നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന ക്ലാസിഫിക്കേഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എക്സ്പെൻസും ഇൻകവും. ദെൻ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ പേഴ്സണൽ അക്കൗണ്ട് ആണ്.
പേഴ്സണൽ അക്കൗണ്ട് നമുക്കറിയാം പേഴ്സൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 പേഴ്സൺസ് ആണുള്ളത്, ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. അപ്പോൾ ഡെറ്റേഴ്സ് ആരാണ്? ഡെറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവരാണ് ആര്? ഡെറ്റേഴ്സ് അല്ലേ? ബിസിനസ് ആരാ ക്യാഷ് തരുന്നത്? നമ്മൾ കടമായിട്ട് ബിസിനസ്സിന് നമ്മൾ സെയിൽസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ക്യാഷ് തരാനുണ്ട്. അപ്പോൾ ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവരാണ് ഡെറ്റേഴ്സ്. ദെൻ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് മീൻസ് ദ പേഴ്സൺസ് ടു ഹും ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ളവരാണ് ക്രെഡിറ്റേഴ്സ്. അതാരായിരിക്കും? നമ്മൾ കടമായിട്ട് മെറ്റീരിയൽ മേടിക്കുകയോ അങ്ങനെ നമുക്ക് കടമായിട്ട് നമുക്ക് പർച്ചേസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട് അല്ലേ? അപ്പോൾ അവരാണ് ക്രെഡിറ്റേഴ്സ്. ഈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ലൈബിലിറ്റിയാണ് അല്ലേ? നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളത് നമുക്ക് എപ്പോഴും ഒബ്ലിഗേഷനാണ്, ബാധ്യതയാണ്, ലൈബിലിറ്റിയാണ്. ആ സമയത്ത് ഡെറ്റേഴ്സ് ആരാണ്? അത് പേഴ്സൺസ് ഹു ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവർ. അപ്പം നമുക്ക് ക്യാഷ് തരാനുള്ളവർ നമുക്ക് അവർ ക്യാഷ് തരും അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ക്യാഷ് തരും, അവർ നമുക്ക് അസറ്റാണ്. അപ്പോൾ ഡെറ്റേഴ്സ് അസറ്റാണ്, ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റിയാണ്. ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, ലെഡ്ജർ അക്കൗണ്ട് ക്ലാസിഫൈഡ് ഇൻറ്റു 5 കാറ്റഗറീസ് എന്നാണ് മോളിൽ പറഞ്ഞിരിക്കുന്നത്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ദെൻ എക്സ്പെൻസ് ആൻഡ് ഇൻകം. വീണ്ടും പറയുന്നു റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഈ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകം ഈ 5 ക്ലാസിഫിക്കേഷനെ തന്നെയാണ് ഈ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റിയൽ അക്കൗണ്ടിൽ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസും ഇൻകം, പേഴ്സണൽ അക്കൗണ്ട് ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ്. ഞാൻ പറഞ്ഞു ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവർ, അവർ നമുക്ക് അസറ്റാണ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഞാൻ പറഞ്ഞു നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവർ, അത് നമുക്ക് ലയബിലിറ്റിയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ലെഡ്ജറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകം. ഓക്കെ, ദെൻ ഈ 3 അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഈ 5 അക്കൗണ്ട്സ് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകം ഇതിനെ നമ്മൾ മെയിനായിട്ടും വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും. അതായത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ എന്താണ്? പെർമനൻറ്റ് അക്കൗണ്ടാണ്. പെർമനൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് എന്നാണോ വൈൻഡപ്പ് ചെയ്യുന്നത് അന്ന് വരെ നമുക്ക് സ്ഥിരമായിട്ടുള്ള അക്കൗണ്ടാണ് പെർമനൻറ്റ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ അസറ്റ് നമ്മളിന്നും അസറ്റ് വിൽക്കുന്നൊന്നുമില്ല, അസറ്റ് നമുക്ക് പെർമനൻറ്റ് യൂസിനുള്ളതാണ്. ലയബിലിറ്റി നമ്മൾ കൊടുത്തു തീരുവോളം അത് നമുക്ക് ലയബിലിറ്റിയാണ്. ക്യാപിറ്റൽ ഓണർ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷനാണ്. ഓണർ എന്നാണോ ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്നത് അന്നാണ് ഓണർക്ക് നമ്മൾ ക്യാഷ് തിരിച്ചു കൊടുക്കുന്നത് അല്ലേ? പ്രോഫിറ്റ് കൊടുക്കുന്നു, അത് കൂടാതെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ എന്താണ്? പെർമനൻറ്റ് അക്കൗണ്ടാണ്. പെർമനൻറ്റ് അക്കൗണ്ടാണ്. അതായത് റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും. റിയൽ അക്കൗണ്ട് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. പേഴ്സണൽ അക്കൗണ്ട് ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഈ ഡെറ്റേഴ്സ് അസറ്റും ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയുമാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും പെർമനൻറ്റ് അക്കൗണ്ട്സ് ആണ്. ആ സമയത്ത് നോമിനൽ അക്കൗണ്ട് പേരിൽ നിന്ന് മനസ്സിലാക്കാം. നോമിനൽ ആണ്. ദാറ്റ് മീൻസ് ദേ ആർ ടെമ്പററി അക്കൗണ്ട്സ്. എക്സ്പെൻസും ഇൻകം ആണ് നോമിനൽ അക്കൗണ്ട്. നമുക്കറിയാം ഇപ്പം ഈ മാസം ഉണ്ടായ എക്സ്പെൻസ് അല്ല അടുത്ത മാസം അല്ലേ? ഈ മാസം കിട്ടിയ ഇൻകം അല്ല അടുത്ത മാസം കിട്ടുന്നത്. അപ്പോൾ എക്സ്പെൻസും ഇൻകവും ടെമ്പററി അക്കൗണ്ട്സ് ആണ്. ആ സമയത്ത് റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും അതായത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ഇത് പെർമനൻറ്റ് അക്കൗണ്ട്സ് ആണ്. ബിസിനസ്സിലേക്കുണ്ട് എക്സ്പെൻസും ഇൻകവും ടെമ്പററി അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഇതാണ് ലെഡ്ജറിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഒരു എൻട്രി 2 അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, ഡെബിറ്റും ക്രെഡിറ്റും. ഓക്കെ, സോ ഇതാണ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് നമ്മൾ അക്കൗണ്ടിനെ ടി ഫോം എന്നാണ് പറയുന്നത്. ടി ഇംഗ്ലീഷ് ലെറ്ററിലെ ടി എന്നാണ് പറയുന്നത്. അതായത് ടി എഴുതുന്നു ഈക്വലായിട്ട് 2 സൈഡ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റിൻ്റെ കോളമാണ്, റൈറ്റ് സൈഡ് ക്രെഡിറ്റിൻ്റെ കോളമാണ്, ക്രെഡിറ്റ്. അപ്പോൾ എല്ലാ അക്കൗണ്ടിനും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡെബിറ്റ്, ക്രെഡിറ്റും. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ്, റൈറ്റ് സൈഡ് ക്രെഡിറ്റ്. അപ്പോൾ 2 ആദ്യത്തെ കോളം ഡേറ്റ് വൈസിനാണല്ലോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ്, ദെൻ പർട്ടിക്കുലേഴ്സ് എൻട്രിയാണ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ദെൻ ജേണൽ ഫോളിയോ. നമുക്ക് ജേണലിൽ ലെഡ്ജർ ഫോളിയോ ഉണ്ടായിരുന്നു അല്ലേ? ജേണലിൽ ഈ ജേണൽ ഫോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ജേണലിൽ നിന്നാണ് നമ്മൾ ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത്. ആ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്, അത് അത്ര പ്രസക്തമല്ല. ദെൻ എമൗണ്ട് കോളത്തിൽ എമൗണ്ട്. വീണ്ടും അടുത്ത റൈറ്റ് സൈഡ് നമുക്കറിയാം ക്രെഡിറ്റ് ആണ്. അവിടെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. സോ ടി ഫോം എന്നാണ് അക്കൗണ്ടിൻ്റെ ഈ ഫോർമാറ്റിൻ്റെ തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഒരു ജേണൽ എൻട്രി നമ്മൾ 2 അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ 2 അക്കൗണ്ട് വരയ്ക്കണം. അങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കോമൺ ആയിട്ട് ബിസിനസ്സിൽ വരാൻ ചാൻസ് ഉള്ള കുറേ ട്രാൻസാക്ഷൻസ് നോക്കി അതിൽ നിന്ന് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു പ്രോബ്ലം തുടങ്ങുവാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം, അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് റെക്കോർഡിംഗ് ആണ് അല്ലേ. അപ്പം ജേണലിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യും. ആ ജേണലിൽ നിന്ന് എത്ര ലെഡ്ജർ അക്കൗണ്ട്സ് വേണമെന്ന് നോക്കിയിട്ട് അതിനെ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ലെഡ്ജറിൽ നിന്നും നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഫംഗ്ഷൻ, അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ഫംഗ്ഷൻ സമ്മറൈസിങ് ആണ്. അപ്പോൾ അതിനെ സമ്മറൈസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായ റെക്കോർഡിങ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്, പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ഓൾസോ പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്താണെന്ന് ഇപ്പോൾ ഡൗട്ട് വരും. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കും. അക്കൗണ്ട് ബാലൻസുകളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ജേണൽ ചെയ്യുന്നു, പിന്നെ ലെഡ്ജർ, പിന്നെ ട്രയൽ ബാലൻസ്. ഇപ്പോൾ നമ്മൾ ജേണലാണ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസാക്ഷൻസ് നോക്കിക്കേ. ഫസ്റ്റ് January 2019 Arjun started business with ₹12,000. Arjun started business with ₹12,000. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ട്രാൻസാക്ഷനിലെ ഡെബിറ്റും ക്രെഡിറ്റും കിട്ടണം. അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹12,000. സോ ഫസ്റ്റ് എലിമെൻ്റ് ഏതാണ്? ക്യാഷ്. ക്യാഷ് അസറ്റ്, ബിസിനസ്സിലേക്ക് അസറ്റ് വന്നു. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ദെൻ ഇത് അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത്, തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അർജുൻ കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് എന്ന് പറഞ്ഞ പേര് ക്യാപിറ്റൽ ലൈബിലിറ്റി. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡേറ്റർ ടു അർജുൻസ് ക്യാപിറ്റൽ. ജേണൽ വരയ്ക്കുക. ജേണലിൽ ഡേറ്റ് കോളത്തിൽ ഫസ്റ്റ് January 2019 started business with cash. Cash എന്ന അസറ്റ് വന്നു. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് 12,002. എങ്ങനെയാണ് ക്യാഷ്? 2 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയാണ് ക്യാഷ് വന്നത്? ഓണർ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷൻ, പറയുന്ന പേര് ക്യാപിറ്റൽ ലൈബിലിറ്റി ആണ്. ഓണറുടെ പേര് അർജുൻ. സോ അർജുൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് 12,000. നരേഷൻ എഴുതണം. നരേഷൻ എന്താണ്? അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് കൊണ്ടുവന്നുള്ളൂ, അസറ്റ് ഒന്നും കൊണ്ടുവന്നില്ല. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയാൽ സെക്കൻഡ് January പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് ആണ് മേടിച്ചത്, അസറ്റ് അല്ല. അപ്പോൾ അവിടെ എക്സ്പെൻസ് ആണ്. ഏതാണ് എക്സ്പെൻസ്? പർച്ചേസസ്. എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ക്രെഡിറ്റ് ഓൾ ഇൻകം. അപ്പോൾ പർച്ചേസസിന് എക്സ്പെൻസിന് ഡെബിറ്റ്. ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്താണ് മേടിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അസറ്റ് പോയി. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡേറ്റ് സെക്കൻഡ് January. പർച്ചേസ് എന്ന എക്സ്പെൻസ് ഉണ്ടായി. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 6,002. ക്യാഷ് കൊടുത്താണ് മേടിച്ചത്. അപ്പോൾ ക്യാഷ് പോയി. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 6,000. നരേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. On 3rd January purchased furniture for cash ₹2,000. purchased furniture. ഫർണിച്ചർ എന്താണ്? ബിസിനസ്സിന് അസറ്റാണ് അല്ലേ. പെർമനൻറ്റ് യൂസിന് മേടിക്കുന്ന അസറ്റാണ്. അപ്പോൾ അസറ്റ് മേടിച്ചപ്പോൾ അത് പർച്ചേസസ് എന്ന എക്സ്പെൻസ് അല്ല. അപ്പോൾ അസറ്റ് മേടിച്ചു, ക്യാഷിനാണ് മേടിച്ചത്. അപ്പോൾ അസറ്റും ക്യാഷും അല്ലേ. ഇവിടെ അസറ്റ് ഫർണിച്ചർ വന്നു. ഫർണിച്ചർ എന്ന അസറ്റ് വന്നു. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ദെൻ ക്യാഷ് കൊടുത്താണ് മേടിച്ചത്. ക്യാഷ് എന്ന അസറ്റ് പോയി. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എൻട്രി എങ്ങനെയാണ്? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡേറ്റ് 3rd January. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ആണ് 2,000 to cash account. Narration purchased furniture.
ജേണൽ എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നോക്കിയേ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഒരു ഡെബിറ്റ് എലമെന്റ് വന്നിരിക്കുന്നത് പർച്ചേസസ് നോമിനൽ അക്കൗണ്ടിനാണ്. ക്രെഡിറ്റ് എമൗണ്ട് വന്നിരിക്കുന്നത് ക്യാഷ് എന്ന അസറ്റിനാണ്, റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഈ 3 അക്കൗണ്ട്സിൽ ഏതിലേലും ആയിരിക്കും ഈ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത്. അല്ലാതെ ഒരു ട്രാൻസാക്ഷനിലെ 2 എലമെൻറ്റും ഡെബിറ്റ് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. റിയൽ അക്കൗണ്ടിൽ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ട്രാൻസാക്ഷൻ 2 എലമെൻറ്റും നോമിനൽ അക്കൗണ്ടിൽ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പേഴ്സണൽ അക്കൗണ്ടിൽ വരണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെ വരത്തില്ല, ചില കേസിലൊക്കെ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ വരും. ഇതുകൊണ്ടാണ് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഫർണിച്ചർ അസറ്റാണ്, ക്യാഷും അസറ്റാണ് അല്ലേ. ഇത് റിയൽ അക്കൗണ്ടാണ് 2 എലമെൻറ്റ്. ഈ ഒരു ട്രാൻസാക്ഷന് 2 എലമെന്റ് ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. ആ 2 എലമെന്റ് എന്ന് പറയുന്നത് ഈ 3 അക്കൗണ്ട്സിൽ, റിയൽ, പേഴ്സണൽ, നോമിനൽ, ഈ 3 അക്കൗണ്ട്സിൽ എവിടെയെങ്കിലും 2 എലമെന്റ് വരുമെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ ഓൺ 4th January 2019, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വിറ്റു, ക്യാഷ് എന്ന് പറയുന്നുണ്ട്, ക്യാഷ് കിട്ടി. ഓരോ എലമെന്റ് ക്യാഷാണ്, അസറ്റാണ്, ക്യാഷ് കിട്ടി. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. എങ്ങനെ ക്യാഷ് കിട്ടിയത്? സോൾഡ് ഗുഡ്സ്, സെയിൽസ്, നമുക്ക് ഉള്ള ഡയറക്റ്റ് ഇൻകം ആണ് സെയിൽസ്. ഇൻകം നോമിനൽ അക്കൗണ്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ ഇൻകം ആണ്, അപ്പോൾ ക്രെഡിറ്റ്. ഇവിടെ എൻട്രി എങ്ങനെ വരും? ക്യാഷ് നമുക്ക് കിട്ടി, സെയിൽസ് എന്ന ഇൻകം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഡേറ്റ് 4th January. ക്യാഷ് കിട്ടി. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് 8,000. എങ്ങനെ ക്യാഷ് കിട്ടിയ? ഇൻകം ആണ് ഇവിടെ, സെയിൽസ്. സെയിൽസ് അക്കൗണ്ട്, ക്രെഡിറ്റ് 8,000. നരേഷൻ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 5th January ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ഓൺ 5th January ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ബാങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന അസറ്റ് ഉണ്ടായി. പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ ബിസിനസ്സിൽ നിന്ന് അപ്പോൾ ക്യാഷ് പോയി. ബിസിനസ്സിലെ കുറച്ച് ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോയി അല്ലേ, ക്യാഷ് അസറ്റ് പോയി. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ക്യാഷിനെ അവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബാങ്ക് അക്കൗണ്ട് എന്ന അസറ്റ് നമുക്ക് അവിടെ ഉണ്ടായി അല്ലേ. അപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടാണ് ക്യാഷ് ഇട്ടത്, ബാങ്കിനെ പേഴ്സണായിട്ട് കൺസിഡർ ചെയ്താൽ ബാങ്കാണ് നമ്മുടെ ക്യാഷ് റിസീവ് ചെയ്തത്. ഡെബിറ്റ് ദ റിസീവർ. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡേറ്റ് 5th January. ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടി, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 5,000. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ബാങ്കിൽ കൊണ്ടിട്ട്, അപ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു 5,000. നരേഷൻ, ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഗുഡ്സ് ആണ് മേടിച്ചത്. അപ്പോൾ ഗുഡ്സ് മേടിച്ചത് കൊണ്ട് അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിൻ്റെ പേര് പർച്ചേസസ് അല്ലേ. പർച്ചേസ്, ഗുഡ്സ് ആണ് മേടിച്ചത്. അസറ്റാണ് മേടിച്ചിരുന്നെങ്കിൽ അത് എക്സ്പെൻസ് അല്ല. അപ്പോൾ ഗുഡ്സ് മേടിച്ചു, അപ്പോൾ അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിൻ്റെ പേര് പർച്ചേസസ്. എക്സ്പെൻസിൻ്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ആസ്പെക്ട് ഏതായിരിക്കും? പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് പോയില്ല, പകരം ചെക്കാണ് കൊടുത്തത്. ചെക്ക് കൊടുക്കുമ്പോൾ എവിടെ നിന്ന് ക്യാഷ് പോകുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും അല്ലേ. ബാങ്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ട് കുറയണം. ഓക്കെ, അപ്പോൾ എൻട്രി എങ്ങനെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡേറ്റ് 6th. പർച്ചേസസ് എന്ന എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 4,000. ചെക്കാണ് കൊടുത്തത്, ക്യാഷ് പോയില്ല. അപ്പോൾ ബാങ്ക് ടു ബാങ്ക് അക്കൗണ്ട്. നരേഷൻ, purchased goods and paid by check. Okay, next transaction നോക്കിക്കേ. On 7th January cash sales rupees
3000 അല്ലേ. ക്യാഷ് സെയിൽസ് പേര് തന്നെ കിട്ടിയ ഒരു എലമെന്റ് ഏതാ? ക്യാഷ്. സാധനം വിറ്റപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് അസറ്റ്, റിയൽ അക്കൗണ്ട്, റോള്, ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. സാധനം വിറ്റപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി, അപ്പോൾ ക്യാഷിന് ഡെബിറ്റ്. സെയിൽസ് എന്താണ്? ഇൻകം നോമിനൽ അക്കൗണ്ട്, റോള്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഡേറ്റ് 7th January. ക്യാഷ് കിട്ടി, സോ ക്യാഷിന് ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 3000 ടു സെയിൽസ് അക്കൗണ്ട് 3000. സെയിൽസ് എന്ന ഇൻകം. നരേഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. പെയ്ഡ് ഇൻ ടു ബാങ്ക് ഓൺ 8th January 2019. പെയ്ഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങിയായിരുന്നു 5ാം തീയതി. ആ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് നമ്മൾ കുറച്ച് ക്യാഷ് ഇട്ടു. പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഇത് എൻ്റർ തന്നെ വരുള്ളൂ. പെയ്ഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ബാങ്കാണ് റിസീവ് ചെയ്തത് അല്ലേ. ഡെബിറ്റ് ദ റിസീവർ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, കൂടാൻ വേണ്ടി ഡെബിറ്റ് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ബാങ്ക് റിസീവ് ചെയ്ത് ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം. ഇനി ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി, അസറ്റ് പോയി, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡേറ്റ് എന്നാണ്? 8th January. പെയ്ഡ് ഇൻ ടു ബാങ്ക് ആണ്. അപ്പോൾ ബാങ്ക് റിസീവ് ചെയ്തു, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ട് കൂടി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 2002. ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ക്യാഷ് അക്കൗണ്ട് എൻട്രി പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. ഓൺ 9th January 2019. പെയ്ഡ് സാലറി ബൈ ചെക്ക്. പെയ്ഡ് സാലറി ബൈ ചെക്ക്. സാലറി കൊടുത്തു, ക്യാഷ് അല്ല കൊടുത്തത്, ചെക്കാണ് കൊടുത്തത്. അപ്പോൾ സാലറി ബിസിനസ്സിന് എന്താണ്? ഒരു എലമെന്റ് അന്നേരം കിട്ടി, സാലറി അല്ലേ. സാലറി ബിസിനസ്സിന് എക്സ്പെൻസ്. നമ്മൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ആദ്യത്തെ ക്ലാസ് തൊട്ട് പറഞ്ഞായിരുന്നു. അല്ലാതെ ഇപ്പോൾ എംപ്ലോയിക്ക് അത് കിട്ടിയില്ലേ, എംപ്ലോയിക്ക് സാലറി കിട്ടിയില്ലേ, ഇൻകം അല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സാലറി എക്സ്പെൻസ് ആണ്. അപ്പോൾ പെയ്ഡ് സാലറി ബൈ ചെക്ക്. സാലറി കൊടുത്തു, സാലറി എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട്, റൂള്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ എക്സ്പെൻസ് ആണ്, അപ്പോൾ സാലറിക്ക് ഡെബിറ്റ്. ബൈ ചെക്ക്, ക്യാഷ് കൊടുത്തില്ല, പകരം ചെക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കുറയും അല്ലേ. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കുറയും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, കുറയാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സാലറി കൊടുക്കുന്നവരാണ് ബാങ്കാണ് ക്രെഡിറ്റ് ദ ഗിവർ. രണ്ട് രീതിയിലും ചിന്തിക്കാം. അപ്പോൾ പെയ്ഡ് സാലറി ബൈ ചെക്ക് എൻട്രി എങ്ങനെ വരും? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡേറ്റ് 9th January. 9th January ആണ്. പെയ്ഡ് സാലറി ബൈ ചെക്ക്. സാലറി എന്ന എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്തു. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 400 ടു ചെക്കാണ് കൊടുത്തത്. അപ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് 400. നരേഷൻ പെയ്ഡ് സാലറി ബൈ ചെക്ക്. സാലറി കൊടുത്തു, ചെക്കാണ് കൊടുത്തത്. എമൗണ്ട് 400. ഇത് പണ്ടത്തെ കണക്കായതുകൊണ്ടാണ് 400 ഒക്കെ എമൗണ്ട് വന്നിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ റിസീവ്ഡ് കമ്മീഷൻ. റിസീവ് എന്നാണ് പറയുന്നത്. അന്നേരം നമുക്കറിയാം കിട്ടി അല്ലേ. കമ്മീഷനായിട്ട് എന്തായാലും കിട്ടിയത്? ക്യാഷാണ് കിട്ടിയത്. അപ്പോൾ ക്യാഷാണ് ഒരു എലമെൻറ്റ്. ക്യാഷ് അസറ്റ് വന്നു. ഡെബിറ്റ് വാർഡ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. ഇവിടെ വരുവാണ് ചെയ്തത് ക്യാഷ്. അപ്പോൾ ഡെബിറ്റ് ക്യാഷിന്. ഇനി കമ്മീഷൻ, റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായിരിക്കും? ഇൻകം അല്ലേ. അപ്പോൾ കമ്മീഷൻ എന്നൊരു ഇൻകം ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ റൂൾ എങ്ങനെ വരും? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം. അപ്പോൾ ഇവിടെ ഇൻകം ആണ് കമ്മീഷൻ. സോ ക്രെഡിറ്റ്. എൻട്രി എങ്ങനെ വരും? ഡേറ്റ് 10th January. എൻട്രി ക്യാഷ് കിട്ടിയത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് എമൗണ്ട് 200 ടു ഒരു ഇൻകം ഉണ്ടായി. ഇൻകത്തിൻ്റെ പേര് കമ്മീഷൻ. കമ്മീഷൻ അക്കൗണ്ട്
200. Narration received commission. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ള ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസിൽ നിന്നെല്ലാം നമ്മൾ ഡബിൾ ആസ്പെക്റ്റ് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായ ജേണലാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ആ ജേണലിലേക്ക് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഡെബിറ്റും ക്രെഡിറ്റും അനുസരിച്ച് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലെഡ്ജർ പ്രിപ്പറേഷൻ, അക്കൗണ്ട് പ്രിപ്പറേഷൻ, അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ 2 അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം തൊട്ട് നോക്കിക്കേ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നായിരുന്നു. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആ എൻട്രി പോസ്റ്റ് ചെയ്യണമെങ്കിൽ 2 അക്കൗണ്ട് നമുക്ക് വരയ്ക്കണം, ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ഒരു അക്കൗണ്ടിന് ഡെബിറ്റും ഒരു അക്കൗണ്ടിന് ക്രെഡിറ്റും. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എത്ര അക്കൗണ്ട് അവിടെ വരയ്ക്കണം? 2 അക്കൗണ്ട് വരയ്ക്കണം, പർച്ചേസസും ക്യാഷും. അപ്പം നമുക്ക് ഈ ജേണൽ നോക്കി അങ്ങനെ എത്ര അക്കൗണ്ട്സ് വരയ്ക്കണം എന്നൊന്ന് നോക്കാം. അത്ര അക്കൗണ്ട്സ് വരച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര അക്കൗണ്ട് വരയ്ക്കണം എന്ന് നോക്കിയേ. ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ്. ആദ്യം തൊട്ട് നോക്കണം. ആദ്യത്തെ ട്രാൻസാക്ഷൻ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ അതിൻ്റെ പോസ്റ്റിങ് ക്യാഷ് അക്കൗണ്ടിൽ വരും. ക്യാഷ് അക്കൗണ്ട് അവിടെ വരയ്ക്കണം. സെക്കൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കണം. ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വരച്ചു. രണ്ടാമത്തേത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇതിന്റെ പോസ്റ്റിംഗ് എവിടേക്ക് വരും? പർച്ചേസ് അക്കൗണ്ടിലും വരും, ക്യാഷ് അക്കൗണ്ടിൽ വരും. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ അക്കൗണ്ട് ഏതാണ്? പർച്ചേസസ് അക്കൗണ്ട് വരയ്ക്കണം. പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കണം. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ജേണൽ എൻട്രി നോക്കിയേ. പർച്ചേസ്ഡ് ഫർണിച്ചർ ആയിരുന്നു. അപ്പോൾ ഫർണിച്ചർ മേടിച്ചപ്പോൾ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. ക്യാഷ് ഇവിടെയുണ്ട്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ അഡീഷണൽ ഒരു അക്കൗണ്ട് വരയ്ക്കണം. ഏതാണ്? ഫർണിച്ചർ അക്കൗണ്ട് വരയ്ക്കണം. ഇനി അടുത്ത് നോക്കിയേ, ക്യാഷ് സെയിൽസ് ആയിരുന്നു അല്ലേ? ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടി, ക്യാഷ് അവിടെ കിടപ്പുണ്ട്. അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ വരും, സെയിൽസ് അക്കൗണ്ടിൽ വരും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി വരച്ചിട്ടുണ്ട്, ഒരു അക്കൗണ്ടും കൂടെ വരയ്ക്കണം, സെയിൽസ് അക്കൗണ്ട്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലും അതിൻ്റെ പോസ്റ്റിംഗ് വരും. ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, അടുത്ത അക്കൗണ്ട് വരയ്ക്കണം അത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, പർച്ചേസ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് ആയിരുന്നു അല്ലേ? അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്കാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇവിടെ പർച്ചേസ് അക്കൗണ്ടും ഉണ്ട്, ബാങ്ക് അക്കൗണ്ടും ഉണ്ട്. വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് ഈ 2 അക്കൗണ്ടിലേക്കും വരും. ദെൻ ക്യാഷ് സെയിൽസ് ആയിരുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ് എൻട്രി വന്നിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ഈ എൻട്രി. ഇതിൻ്റെ പോസ്റ്റിംഗ് ക്യാഷ് അക്കൗണ്ടിലും വരും, സെയിൽസ് അക്കൗണ്ടിൽ വരും. ക്യാഷ് അക്കൗണ്ട് നമുക്കുണ്ട്, സെയിൽസ് അക്കൗണ്ട് നമുക്കുണ്ട്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അടുത്ത ജേണൽ എൻട്രി. ഇതിൻ്റെ പോസ്റ്റിംഗ് ബാങ്ക് അക്കൗണ്ടിലും വരും, ക്യാഷ് അക്കൗണ്ടിലും വരും. ബാങ്ക് അക്കൗണ്ടും ഉണ്ട്, ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ, ജേണൽ എൻട്രി നോക്കിക്കേ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പെയ്ഡ് സാലറി ബൈ ചെക്ക് ആയിരുന്നു ട്രാൻസാക്ഷൻ. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇതിന്റെ പോസ്റ്റിംഗ് സാലറി അക്കൗണ്ടിലും വരും, ബാങ്ക് അക്കൗണ്ടിലും വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്, സാലറി അക്കൗണ്ട് ഇല്ല. അപ്പോൾ അടുത്ത അക്കൗണ്ട് വരയ്ക്കണം, സാലറി അക്കൗണ്ട്. ദെൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ റിസീവ്ഡ് കമ്മീഷൻ ആയിരുന്നു. അപ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ എന്നായിരുന്നു. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ആദ്യം തന്നെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലും പോസ്റ്റിംഗ് വരും, കമ്മീഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റും വരും. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് നമുക്കില്ല, അടുത്ത അക്കൗണ്ട് വരയ്ക്കണം, കമ്മീഷൻ അക്കൗണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ഈ ജേണലൈസ് ചെയ്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ മൊത്തം നമ്മൾ 8 അക്കൗണ്ടുകൾ വരയ്ക്കണം. ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, സാലറി അക്കൗണ്ട് ആൻഡ് കമ്മീഷൻ അക്കൗണ്ട്. ഒരു ജേണൽ എൻട്രിയുടെ പോസ്റ്റിങ് 2 അക്കൗണ്ടിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും അക്കൗണ്ട്സ് വരച്ചു കഴിഞ്ഞാണ് നമ്മളിത് ഓരോ എൻട്രിയെ പോസ്റ്റ് ചെയ്യും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ 8 അക്കൗണ്ടുകൾ വരച്ചുകൊണ്ട് വരണം. ക്യാഷ് അക്കൗണ്ടിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് വന്നിരിക്കുന്നത് ക്യാഷിലാണ്. അപ്പോൾ ഒരു ബുക്കിൻ്റെ ഒരു പേജിൻ്റെ പകുതി ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുക.
ക്യാപിറ്റൽ അക്കൗണ്ടിലൊക്കെ ഒരു എൻട്രി ഉള്ളൂ അല്ലേ, ആദ്യത്തെ ഒരു എൻട്രി മാത്രമേ വന്നിട്ടുള്ളൂ. പർച്ചേസസും കുറവാണ്. ബാക്കിയെല്ലാം ഒരു 3 എൻട്രി അല്ലെങ്കിൽ 4 എൻട്രി എഴുതാനുള്ള സ്പേസ് അനുസരിച്ച് ലെഡ്ജർ വരയ്ക്കുക. ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞായിരുന്നു. ലെഡ്ജർ മെയിനായിട്ടും ടി ഫോം എന്നാണ് ലെഡ്ജറിനെ പറയുന്നത്. ടി ഫോം, ടി ആയിട്ടാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ്, റൈറ്റ് സൈഡ് ക്രെഡിറ്റും. ഫോർമാറ്റ് ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും 2 സൈഡിലും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട് ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 8 അക്കൗണ്ട് വരയ്ക്കുക. ക്യാഷ് അക്കൗണ്ടാണ് ഏറ്റവും വലിയ അക്കൗണ്ട്, അതൊരു പേജിൻ്റെ പകുതി. ബാക്കി ഒരു പേജിൽ ഒരു 3 അക്കൗണ്ട് വെച്ച് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കും. അപ്പോൾ ജേണൽ എൻട്രി ഒന്നും കൂടെ നോക്കുക, ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, അക്കൗണ്ടും വരച്ചുകൊണ്ട് വരിക. സോ ലെറ്റ് മീ കൺക്ലൂഡ്. സി യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.